ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് ചുരിദാറിൻ്റെ പാൻറ് കട്ട് ചെയ്യുന്നതെന്ന് ആണ് കാണിക്കുന്നത്. ഇത് 42 ഇഞ്ച് ഇറക്കമുള്ളൊരു പാൻറ്റാണ്. അരവണ്ണം 36 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ തുണി നാലാക്കി മടക്കിയിടുന്നു. ഫോൾഡായിട്ടുള്ള വശമാണ് നമ്മുടെ സൈഡിലേക്ക് ഇടുന്നത്. ഓപ്പൺ ആയിട്ടുള്ള വശം അപ്പുറത്തെ സൈഡിൽ. അതിൻ്റെ മുകളിൽ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ശേഷം അതങ്ങ് മടക്കി കൊടുക്കുക. അത് നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള പടി അടിക്കാനുള്ളതാണ്. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറക്കം എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 42 വേണ്ടത്. 42ൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ചാണ് പടി മടക്കാനായിട്ട് കൂട്ടിയിരിക്കുന്നത്. കാരണം ഇത് ഇച്ചിരി ഇറക്കം കൂടുതലുള്ള ചുരിദാറിൻ്റെ പാൻറ്റാണ്. സ്ട്രെയിറ്റ് പാൻറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ഇറക്കം വരില്ല. നമ്മുടെ കറക്റ്റ് ആംഗിൾ വരെയല്ലേ ഇറക്കം വരുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വീതി 3 ഇഞ്ച് ഒക്കെ കാൽപ്പടി മടക്കാനെടുക്കാം. അതാണ് ഭംഗി. ഇത് ഇറക്കം കൂടിയതായതുകൊണ്ട് 2 ഇഞ്ച് മടക്കാൻ എടുത്തിട്ടുള്ളൂ. അവിടെ നമ്മൾ ഒരടയാളം കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുകളിൽ അരവണ്ണം അടയാളപ്പെടുത്തണം. അരവണ്ണം അടയാളപ്പെടുത്താനായിട്ട് നമ്മുടെ കറക്റ്റ് അരവണ്ണം എടുക്കുക. അതിൻ്റെ കൂടെ അതിൻ്റെ 4 കണ്ടിട്ട് 2.5 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കുക. അതായത് 36 അരവണ്ണം. 36ൻ്റെ 4 എന്ന് പറയുമ്പോൾ 9. 9ൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂടി കൂട്ടുമ്പോൾ 11.5. അങ്ങനെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അടയാളപ്പെടുത്തുന്ന താഴേക്ക് ക്രോച്ചേരിയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ക്രോച്ചേരിക്കായിട്ട് നമ്മൾ മുകളിൽ 11.5 എടുക്കുമ്പോൾ 1 ഇഞ്ചും കൂടി കൂട്ടി താഴേക്ക് ക്രോച്ചേരി അടയാളപ്പെടുത്താം. അതായത് 12.5 എടുത്തിരിക്കുന്നത്. 1 മുതൽ 1.5 ഇഞ്ച് വരെയൊക്കെ കൂട്ടാവേ. അതിനുശേഷം നമുക്ക് ആ 12.5 അടയാളപ്പെടുത്തി എടുത്തുന്ന ഒരു 2.5 ഇഞ്ചും കൂടി നമുക്ക് ലൂസ് കൂട്ടി മാർക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ച ഷേപ്പ്, ഇതുപോലെ സ്ക്വയർ ഷേപ്പ് കൊടുത്ത ശേഷം അവിടെ ചെറുതായിട്ടൊന്ന് ഒരു ഷേപ്പ് ചെയ്ത് അങ്ങോട്ട് നമുക്ക് കൊടുക്കാം. അതായത് ക്രോച്ചേരിയുടെ വണ്ണം നമ്മുടെ അരവണ്ണത്തേക്കാളും 2.5 ഇഞ്ച് കൂടുതലാണ് വരുന്നത്. മുകളിൽ 11.5 വന്നപ്പം താഴെ 14 ഇഞ്ച് വന്നിട്ടുണ്ട്. 14ലേക്ക് നമുക്ക് 11.5 നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കാലിൻ്റെ അടിച്ച് കഴിയുമ്പോൾ വണ്ണം 6 വേണ്ടത്. അപ്പോൾ നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ലൂസ് കൂട്ടി അവിടെ അടയാളപ്പെടുത്താം. അതിനുശേഷം ഈ ക്രോച്ചേരിയിൽ നിന്ന് താഴെ കാൽപ്പടിയിലേക്ക് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ടൈയുടെ ഭാഗമായിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഷേപ്പ് ചെയ്യുന്ന സ്കെയിലുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്ത് അങ്ങനെ അത് വെച്ച് ഷേപ്പ് ചെയ്താൽ മതി. ഇത് സ്കെയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറുതായിട്ട് അവിടെ ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ശരിക്കും ഇത്രയേ ഉള്ളൂ സിമ്പിൾ പാൻറ്റിൻ്റെ കട്ടിങ്. ഇത് നമുക്ക് സൈഡ് സ്ലിറ്റുള്ള പാൻറ്റാകുമ്പോൾ നമുക്ക് നമ്മുടെ വശത്തേക്ക് ഓപ്പണുള്ള വശം ഇടണം. അല്ലെങ്കിൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ടാണ് സ്ലിറ്റൊക്കെ അടിക്കേണ്ടത്. ഇതിപ്പം അങ്ങനെയല്ല, നോർമൽ പാൻറ്റാണ് കേട്ടോ. ഇനി നമുക്ക് കാൽപ്പടിയും മടക്കി അടിച്ച് ക്രോച്ചേരിയ കൂട്ടിയിടിക്കുക, കാൽവണ്ണം കൂട്ടിയിടിക്കുക. പിന്നെ മുകളിൽ ഇലാസ്റ്റിക് നമ്മൾ 2 ഇഞ്ച് മടക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് മടക്കി അടിച്ച് അവിടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. ഇത്രയും ഈ പാൻറ്റ് തയ്ക്കാനുള്ള പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്ക്കാവുന്നതാണ്.